നമുക്ക് വർക്ക് പ്ലേസിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ സ്ട്രെസ് ഉണ്ടാവും. ഈ വർക്ക് പ്ലേസിലുണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മുടെ വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ചേക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മുടെ വർക്ക് പ്ലേസിനെ സ്വാധീനിച്ചേക്കാം. സാധാരണ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 3 കാര്യങ്ങളെ 3 ഘടകങ്ങളായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതിൽ ഒന്നാമത്തെ ഘടകമാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനെ മനസ്സിലാക്കുക. അതായത് നമുക്കെല്ലാം ഇമോഷൻസ് ഉള്ളവരാണ്, നമ്മളെല്ലാം സ്ട്രെങ്ത് ഉള്ളവരാണ്, നമ്മളെല്ലാവരും വീക്ക്നെസ് ഉള്ളവരാണ്. അപ്പം നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, പക്ഷേ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കും. അങ്ങനെ എല്ലാം ഡെലിവറി ചെയ്യുമെങ്കിലും ആ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം കാരണം നമ്മൾ വല്ലതുമൊക്കെ പറഞ്ഞ് കൂടെയുള്ള ആൾക്കാരെ വെറുപ്പിക്കും. അപ്പോൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ അയാൾ വേണ്ടപ്പെട്ട ഒരാളാവാൻ സാധ്യതയില്ല, ഈ ഒരു ഇമോഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിനാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്ഥാപനത്തിനെയും കൂടെ ഉള്ളവരെയും പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം അവനവനെ മനസ്സിലാക്കുക. അവനവൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ജോലിയെയും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയും നമ്മുടെ കുടുംബജീവിതത്തിനെയും ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെളിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് റിയാക്ഷൻസിനെ പോലും നമുക്ക് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേതാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ സ്ട്രെസ് ഉണ്ടാവാം, നമുക്കൊക്കെ പരാജയങ്ങളുണ്ടാവാം, നമുക്കൊക്കെ ക്രിറ്റിസിസം കിട്ടിയേക്കാം, ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളെ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഉദാഹരണം, നിങ്ങൾക്ക് ഒരു പരാജയം സംഭവിച്ചു, നിങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി, നിങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലാത്തൊരു ക്രിറ്റിസിസം ലഭിച്ചെങ്കിൽ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് ചോദിക്കുക. ഒന്ന്, ഈ പരാജയം എന്താണ്, നിങ്ങൾക്ക് എന്ത് പരാജയമാണ് ഉണ്ടായത്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കുക. മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദിസ് ഫെയിലുവർ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്രിറ്റിസിസം കിട്ടാനുള്ള കാരണം എന്താണ്? വാട്ട് കോസ്റ്റ് ദിസ് ഫെയിലുവർ, ഈ പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഹൗ ഐ റിയാക്റ്റഡ് ടു ദാറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ഒരു പരാജയം ഉണ്ടായ സമയത്ത് ആ പരാജയം ഉണ്ടാകാനുള്ള കാരണമായി ഞാൻ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്. നാലാമത്തേത്, ഹൗ ഐ കുഡ് ഹാവ് റിയാക്റ്റഡ് ബെറ്റർ, ആ സമയത്ത് എനിക്ക് അതിൽ നന്നായി എങ്ങനെ റിയാക്റ്റ് ചെയ്യാമായിരുന്നു എന്നും കൂടെ ചിന്തിക്കുക. അതായത് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു, ആ സംഭവിച്ച സമയത്ത് നിങ്ങൾ എങ്ങനെ റിയാക്റ്റ് ചെയ്തു, ഇനി ആ ചെയ്ത സമയത്ത് റിയാക്ട് ചെയ്യുന്നതിനേക്കാളും നന്നായി നിങ്ങൾ റിയാക്റ്റ് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കുക. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ ഇതേ സംഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഒരേ സംഭവം തന്നെ ഒന്നിലധികം തവണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ അടുത്ത തവണ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ട്രിഗർ ചെയ്യിപ്പിക്കുകയും ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോവുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് ആ ഫെയിലുവർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഫെയിലുവർ സക്സസ്സിലേക്ക് മാറ്റാനും നിങ്ങൾക്ക് സഹായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കും. ഇതാണ് സെൽഫ് റെഗുലേഷൻ. 4 ചോദ്യങ്ങൾ: എന്തുകൊണ്ടുണ്ടായി, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടുണ്ടായി, അത് എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്തു, എത്ര നന്നായി നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാമായിരുന്നു. ഈ 4 ചോദ്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ആലോചിക്കേണ്ടത് ആ ടെൻഷനോ ക്രിറ്റിസിസമോ പരാജയമോ ഉണ്ടായ സമയത്തല്ല, അത് കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ഈ 4 ചോദ്യങ്ങളെപ്പറ്റി ആലോചിക്കുക. ഇതിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ ചെയ്യിപ്പിക്കുക, പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതിനെ ഇംഗ്ലീഷിൽ സെൽഫ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. SELF എന്നാണ് അതിന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്ലീപ്പ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം കൊടുക്കുക. അത് 6 മുതൽ 8 മണിക്കൂർ വരെ ആകാം. നമ്മൾ അതിനനുസരിച്ച് യൂസ്ഡ് ആകും. ഒന്നാമത്തേത് സ്ലീപ്പ്. രണ്ടാമത്തേത് ലെഷർ, അതായത് എപ്പോഴും ജോലി എന്നുള്ളതല്ലാതെ ജോലി സമയത്തിന് ഇടയ്ക്കോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലോ കൂട്ടുകാരുമായിട്ടും കുടുംബവുമായിട്ടൊക്കെ വിനോദമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുക. ലെഷർ എന്ന് പറയും. മൂന്നാമത്തേത് ഈറ്റ് എന്നുള്ളതാണ്. വാരി വലിച്ച് കഴിക്കുകയോ ഒന്നും കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അത് ഇഷ്ടപ്പെട്ട് കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത്. സോ സ്ലീപ്പ്, ലെഷർ ആൻഡ് ഈറ്റ്. ഇനി നാലാമത്തേതാണ് നിങ്ങളുടെ ജീവിതത്തിന് എത്രത്തോളം ആ ഒരു പ്രോസസ്സിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും മൂന്നാമത്തെ. അതായത് നിങ്ങളുടെ മനസ്സിന് ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റിലാക്സ് ചെയ്ത് നമ്മൾ നേരത്തെ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ആൾക്കാരോട് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ്. എല്ലാവരോടും എല്ലാം പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിച്ച്
പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആൾക്കാരോട് മനസ്സ് തുറന്ന് വെന്റിലേറ്റ് ചെയ്യുക. അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഒരു മനസ്സ് തുറന്നുള്ള എക്സ്പ്രഷനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഉറക്കമായിക്കോട്ടെ, നിങ്ങൾ വിനോദമാർഗ്ഗങ്ങളിൽ ഏർപ്പെടുന്നതായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, തുറന്നുള്ള എക്സ്പ്രഷൻ വേണ്ടപ്പെട്ട ആൾക്കാരോടും കോൺഫിഡൻഷ്യലായിട്ട് നിൽക്കുന്ന ആൾക്കാരോടും വേണ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സ് ഒരു പരിധിവരെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയല്ല, നിങ്ങളത് വെന്റിലേറ്റ് ചെയ്ത് വെളിയിൽ കളയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വർക്ക് സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും തൊഴിൽ ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും ഉറപ്പായിട്ടും ഇതുണ്ടാവും. പക്ഷേ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ്. ദ പീപ്പിൾ ആൻഡ് ദി എൻവയോൺമെൻറ്റ് അറൗണ്ട് യു ആർ പവർലെസ് വിത്തൗട്ട് യുവർ റിയാക്ഷൻ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാരും നിങ്ങളുടെ ചുറ്റിനുള്ള എൻവയോൺമെൻറ്റിനും യാതൊരു പവറും ഉണ്ടാകില്ല നിങ്ങൾ റിയാക്ട് ചെയ്യാത്തിടത്തോളം കാലം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ബുദ്ധനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീബുദ്ധൻ്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ പോയിട്ട് വളരെ മോശം വാക്കുകൾ അദ്ദേഹത്തിനോട് ഉപയോഗിച്ചു. ആ വാക്കുകൾ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ബുദ്ധൻ അതിന് റിയാക്ട് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെയും വന്ന് അയാൾ വീണ്ടും മോശം വാക്കുകൾ ഉപയോഗിച്ചു. അപ്പോഴും ബുദ്ധൻ റിയാക്ട് ചെയ്തില്ല. പിന്നെയും വന്ന് മോശം വാക്കുകൾ വളരെ ദേഷ്യത്തിൽ ഉപയോഗിച്ചു. ആ സമയത്തും ബുദ്ധൻ റിയാക്ട് ചെയ്യാത്തപ്പോഴത്തേക്ക് ഇയാൾ ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ റിയാക്ട് ചെയ്യാത്തത് എന്ന് ബുദ്ധനോട് ചോദിച്ചപ്പോഴത്തേക്ക് ബുദ്ധൻ ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ല എനിക്ക്, നിങ്ങളെന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബുദ്ധൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, ഉദാഹരണത്തിന് നിങ്ങൾ എനിക്ക് ഒരുപാട് പൈസ എൻ്റെ കയ്യിലേക്ക് തരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു അത് എനിക്ക് വേണ്ട, ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ ഇത് ആരുടെ കയ്യിലാണ്? അതെൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട് ചീത്ത വാക്കുകൾ തന്നു. അപ്പോൾ ഞാൻ പറയുന്നു അതെനിക്ക് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആരുടെ കയ്യില്ല? അതെൻ്റെ കയ്യിൽ. അതുപോലെ ഉള്ളൂ. അതായത് നിങ്ങൾ എന്ത് തരുന്നു എന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്നത്, പക്ഷേ അത് സ്വീകരിക്കണമെന്നുള്ളത് മറ്റേ ആളാണ് തീരുമാനിക്കേണ്ടത്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് ചീത്ത വാക്കുകൾ വരട്ടെ, ക്രിറ്റിസിസം വരട്ടെ, പക്ഷേ അത് സ്ട്രെസ്സായിട്ട് എടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നെഗറ്റിവിറ്റിയോട് റിയാക്ട് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് സ്ട്രെസ്സ് ഒഴിവാക്കാൻ പറ്റും.